വയനാട് പുൽപ്പള്ളി പെരുമുണ്ടയിൽ ജലസേചന വകുപ്പ് കർഷകർക്കായി നിർമ്മിച്ച കനാൽ സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയതായി പരാതി. മതിലും ഷോക്ക് ഫെൻസിംഗും തീർത്ത് കനാൽ കെട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം. ജലസേചന വകുപ്പ് കർഷകർക്കായി നിർമ്മിച്ച കനാൽ സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയതോടെ കൃഷിക്കായി വെള്ളമെടുക്കുന്നതടക്കം മുടങ്ങി. പ്രദേശത്തെ കൃഷിഭൂമി വാങ്ങിയ കർണാടക സ്വദേശിക്കെതിരെയാണ് പരാതിയുമായി നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. കർണാടക സ്വദേശിയുടെ സ്ഥലത്ത് 2 കുളം നിർമ്മിച്ച് കനാലിലെ വെള്ളം അതിലേക്ക് തിരിച്ചുവിടുകയാണ്. ഇതിനാൽ പ്രദേശത്തെ കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കുന്നില്ലെന്നും കർഷകർ പരാതിപ്പെട്ടു. വനാതിർത്തിയോട് ചേർന്നുള്ള ചെക്ക് ഡാമിലാണ് പ്രദേശത്തെ കോളനി നിവാസികൾ തുണി അലക്കുന്നതും കുളിക്കുന്നതുമെല്ലാം. എന്നാൽ ഇപ്പോൾ കോളനി നിവാസികളെ തോട്ടിൽ അലക്കുന്നതും കുളിക്കുന്നതും ഇവർ വിലക്കിയിരിക്കുകയാണ്. പെരുമുണ്ട എന്ന സ്ഥലത്ത് ഇവിടുത്തെ കർഷകർക്കായിട്ട് 40 വർഷത്തോളമായി ഇവിടെ ഇറിഗേഷൻ വകുപ്പ് പണിത് വന്ന ചെക്ക് ഡാമാണ് ഇത്. ഇതിൻ്റെ സ്ഥലം ഉടമ വേറൊരു കർണാടകക്കാർക്ക് വിറ്റിട്ട് ഇപ്പോൾ അവർ വന്ന് സ്ഥലമെടുത്തിട്ട് ഈ കനാല് കെട്ടിയടക്കുകയും ഇതിൽ നിന്ന് വെള്ളം എടുക്കാൻ കൃഷിക്കാരെ സമ്മതിക്കാതിരിക്കുകയും ഇവിടെ 10-20 വീട്ടുകാർ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഫോറസ്റ്റ് ഏരിയയിൽ. അവർക്ക് നടന്നു പോകാനുള്ള വഴിയും ഒക്കെ കെട്ടിയടച്ച് അവർ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. 40 വർഷം മുൻപാണ് പ്രദേശത്ത് ജലസേചന വകുപ്പ് 2 ചെക്ക് ഡാമുകളും കനാലും നിർമ്മിച്ചത്. കനാലിന് ആവശ്യമായ സ്ഥലം പ്രദേശവാസികൾ വിട്ടു നൽകിയതാണ്. പെരുമുണ്ട ചെക്ക് ഡാമിന് ചേർന്നുള്ള സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ ഭൂമിയിൽ മറ്റൊരു ജലസേചന പദ്ധതിക്കുള്ള പമ്പ് ഹൗസും സ്ഥാപിച്ചിരുന്നു. എന്നാൽ കർണാടക സ്വദേശി സ്ഥലത്തിനു ചുറ്റും മതിലും ഷോക്ക് ഫെൻസിംഗും സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരുമുണ്ട കോളനിയിലേക്ക് തോടിന്റെ കരയിലൂടെയുള്ള നടവഴി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് മതിൽ നിർമ്മിക്കുന്നത്. ഇതിനെതിരെ നാട്ടുകാർ ജലസേചന റവന്യൂ വകുപ്പുകൾക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, വയനാട്.